രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച് ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന. രാഹുലിനെ രക്ഷപ്പെടാൻ നേതാവ് സഹായം ചെയ്തോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് നിന്നും ഇതിന്റെ വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വാഹനം ആരുടേത്? ഒരു നടിയുടേതാണ് എന്ന് നേരത്തെ സൂചനകൾ ലഭ്യമായിരുന്നു. ഇപ്പോഴിതാ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉപയോഗിച്ചിരുന്ന വാഹനമാണ് ഇതെന്നാണ് കിട്ടുന്ന മറ്റൊരു സൂചന. രക്ഷപ്പെടാൻ ഈ നേതാവ് സഹായം ചെയ്തോ എന്നതും പരിശോധിക്കുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്തരുൺ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പാലക്കാട് നിന്ന് ഒളിവിൽ പോയത് എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരം എന്ന് പറയുന്നത് രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന കാറിലാണ്. അതൊരു നടിയുടെ ആയിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കാർ ഉപയോഗിച്ചിരുന്നത് ജില്ലയിൽ തന്നെ ഒരു പ്രമുഖ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു എന്ന വിവരമാണ്. ഇയാൾ രാഹുൽ രക്ഷപ്പെടുന്നതിന് സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ രാഹുലിൻ്റെ സ്റ്റാഫുകളെ SIT ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ഇയാളുടെ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും നാളെ ഇയാളുടെ ഹർജി മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാഹുലിൻ്റെ ഉള്ളിടം എവിടെയാണെന്ന് കൃത്യമായി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നാളെ ജാമ്യം ഹർജി തള്ളിക്കളഞ്ഞാൽ വളരെ വേഗത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് പോലീസിൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. നാളെ ജാമ്യ ഹർജി തള്ളുമെന്നുള്ളതാണ്. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും SIT അംഗങ്ങൾ പാലക്കാട് തുടരുകയാണ്.